കൗമാര കലോത്സവം രണ്ടാം നാളിലേക്ക് എത്തുമ്പോൾ വേദികളൊക്കെയും സമ്പന്നമാണ്. 15 വേദികളിലും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ അങ്ങനെ ഒരുങ്ങുന്നുണ്ട്. കലാപൂരം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. നമുക്ക് തത്സമയം കലോത്സവ നഗരിയിലേക്ക് ശക്തന്റെ തട്ടകത്തിലേക്ക് പോകാം. അക്ഷയ വിക്കെ ചേരുന്നുണ്ട്. അക്ഷയ, അങ്ങനെ രണ്ടാം നാളിലേക്ക് എത്തുമ്പോൾ എല്ലാ വേദികളും സമ്പന്നമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. മാത്രമല്ല, ഈ പോയിന്റ് പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നതായി നമ്മൾ നേരത്തെ ഈ റിസൾട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു. മാത്രമല്ല, ആദ്യരായിട്ടുള്ള തൃശ്ശൂരും വിട്ടുകൊടുക്കാതെ തന്നെ തൊട്ട് പിന്നാലെയുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രജേഷ് സൂചിപ്പിക്കുന്ന പോലെ ത്രില്ലാണ് അക്ഷരാർത്ഥത്തിൽ ത്രില്ല് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ മത്സരത്തിന്റെ പോരിലാണ് ആ ത്രില്ല് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രജേഷ് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത്, അതായത് ഇപ്പോഴത്തെ പോയിന്റ് നിലയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം ഒരേ പോയിന്റിൽ നിന്നെങ്കിൽ ഇപ്പോൾ അങ്ങനല്ല. 9 തവണ കപ്പടിച്ച കോഴിക്കോട് ഇതാ ഏറ്റവും മുൻപിൽ, 10 പോയിന്റ് മുൻപിൽ കണ്ണൂരിനേക്കാൾ മുമ്പിലുണ്ട് എന്നുള്ളതാണ് അതിലെ മറ്റൊരു കാര്യം. ഒപ്പം തന്നെ നിലവിലെ ജേതാക്കൾ ആതിഥേയരായ തൃശൂർ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാമത് കണ്ണൂർ തന്നെയുണ്ട്. ഇങ്ങനെ പോയിന്റ് നിലയുണ്ട്. പോയിന്റ് നിലയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് എത്താം. എന്തായാലും ആവേശകരമായി തന്നെ കലോത്സവം ഇങ്ങനെ പൊടിക്കുകയാണ്. ഇവിടെ പൂരം പോലെ പൂരത്തിന് സമാനമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഭയങ്കര ബൈബിളുള്ള കാഴ്ചകളാണ്. നമ്മുടെ പുതിയ കുട്ടികളൊക്കെയാണല്ലോ, ജൻസികളാണല്ലോ, പൂക്കികളാണല്ലോ ഈ പൂരത്തിന്റെ കലാപൂരത്തിന്റെ ഭാഗമാകുന്നത്. നമ്മൾ നേരെ ചില വേദികൾ കൂടി, അതായത് ഒപ്പന മത്സരം മുൻചത്തികളായി അണിഞ്ഞൊരുങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾ കാഴ്ചവെക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്ലാമർ ഐറ്റങ്ങളിൽ ഒന്നാണ് ഒപ്പന. അപ്പോൾ ഒപ്പന വേദിയിലേക്ക് നമുക്കൊന്ന് പോകാം, എന്നിട്ട് പെട്ടെന്ന് തിരികെ വരാം.